ആസൂത്രിതമായി അറേബ്യൻ സംസ്കാരം കേരളത്തിൽ വിശിഷ്യ കോഴിക്കോടിൽ അടിച്ചേൽപ്പിക്കുന്നതായി കാണപ്പെടുന്നു. എനിക്ക് തോന്നിയിട്ടില്ല അടിച്ചേൽപ്പിക്കുന്നതായി. എനിക്ക് അഞ്ചാതി അടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ കോഴിക്കോട് തന്നെ ജീവിക്കുന്ന ആളാ. അറേബ്യൻ സംസ്കാരത്തിൽ എത്രയോ മഹിമകളുണ്ട്, എത്രയോ നന്മകളുണ്ട്. എന്തൊരു നല്ല വ്യവഹാരമാണെന്നറിയും അവിടുത്തെ തദ്ദേശീയർക്ക്. എല്ലാരെയും പറയുന്നില്ല, എല്ലാ നാട്ടിലും കെട്ട വസ്തുക്കൾ ഉണ്ടാവും, എല്ലാ നാട്ടിലും നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ പൊതുവെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വളരെ ശാന്തശീലരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവരും ഒക്കെയാണ് നമ്മൾ അനുഭവിച്ചിടത്തോളം. അതല്ലേ പറയാൻ പറ്റും. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുന്ന് പോയ ആൾക്കാർ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പോയി അവിടെ ജോലിക്കും മറ്റും താമസിക്കുന്നവരാണ് അവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത്. തദ്ദേശീയര് വളരെ ശാന്തശീലരായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മര്യാദയിലും സ്നേഹപൂർവ്വം പെരുമാറുക. അതുകൊണ്ട് ഈ അറേബ്യൻ സംസ്കാരം എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നത് ശരിയല്ല. ആദ്യം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ വികലമായിട്ട് ഇങ്ങനെ പലതിനെയും അന്ധമായി കുറ്റപ്പെടുത്തുകയും അന്ധമായി ആരാധിക്കുകയും ചെയ്യാറുണ്ട്. രണ്ടും ശരിയല്ല. പിന്നെ അടിച്ച് ആർക്കും സംസ്കാരം ഏൽപ്പിക്കാനും പറ്റില്ല. സ്വാധീനം ചെയ്യാൻ പറ്റും, സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ എതിർക്കല്ലല്ലോ വേണ്ടത്. പിന്നെന്താ വേണ്ടത്? അതിനേക്കാൾ പ്രഭാവം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെയ്തോ. അതൊന്നും ചെയ്യില്ല, ഈ ചെയ്യുന്നതിനെ കുറ്റം പറയുകയും ചെയ്യും. ഒന്നർത്ഥം എത്ര പേർ ഉൾക്കൊണ്ടെന്ന് അറിയില്ല. ഒരാൾ വിചാരിക്കുകയാണ് സ്വാമിക്ക് അറിയാഞ്ഞിട്ടാണ് ഭക്ഷണ രീതികൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. അടിച്ചേൽപ്പിക്കുന്നില്ല, ഭക്ഷണത്തിന്റെ സാധ്യതകൾ കൂട്ടുന്നുണ്ട്. ശരിയാണ്, അറേബ്യൻ ഭക്ഷണ സാധനങ്ങളുടെ സാധ്യതകൾ, ലബ്ധി കോഴിക്കോട് കൂടുന്നുണ്ട്. കാരണം എവിടെ നോക്കിയാലും കുഴിമന്തി, സാധനം പേര് തന്നെ പറയാൻ അറിയില്ല, അറിയാഞ്ഞിട്ടാട്ടോ. പിന്നെ ഷവർമ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധാരാളമുണ്ട്. അത് വേണ്ടതല്ലേ അവിടെ പോയി കഴിക്കുള്ളൂ. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോയോ? അല്ല സ്വാമി, ഇതിങ്ങനെ കാണുമ്പോ പോവുകയാണേ, അത് അതിനോട് ആഭിമുഖ്യം ഉണ്ടാണല്ലേ. ഞാൻ അധിക ദിവസം ഈ കോഴിക്കോട് കൂടെ സഞ്ചരിക്കുന്നതാണ്. ദിവസവും 1-2 പ്രാവശ്യം ഈ കോഴിക്കോട് ജില്ലയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. എങ്ങോട്ട് പോകാനും ജില്ലയിൽ കൂടെ ആവും. ഈ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഇതിനേക്കാൾ അധികമാണ് മലപ്പുറം ജില്ലയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണുക. എനിക്കിത് വരെ തോന്നിയിട്ടില്ല അത് കഴിക്കണം. അത് വെച്ചിട്ട് അത് മോശാന്ന് പറയുന്നില്ല, മോശാന്ന് പറയരുത്. തെറ്റാണ് അങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. ഒരാൾ പോയി മദ്യപിക്കാൻ പോവാ. അപ്പൊ വേറൊരാള് കൂട്ടുകാരനെ കണ്ടു, അടേ വാ നീയും പോയിരുന്നോ? ഓ ഞാനും വരാം എന്ന് പറഞ്ഞ അവൻ പോയി, അവരും മദ്യപിച്ചു. എന്നെ കൂട്ടുകാരെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയാൻ പാടുണ്ടോ? എവന് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ അവൻ പോയി കുടിച്ചു. അല്ലാണ്ട് കൂട്ടുകാരനാ കുടിപ്പിച്ച്. എന്തിനാ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നേ? വളരെ അടിച്ചേൽപ്പിക്കലുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്വാമി നല്ല പരിപ്പും സാമ്പാറും നെയ്യും വെച്ചിട്ട് തുടങ്ങും ഷോപ്പ്. അപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് 2 ഷോപ്പ് തുടങ്ങും. എന്താ സാധിക്കാത്ത? അതൊട്ട് ചെയ്യേയില്ല, എന്നിട്ട് വേറൊരാൾ ചെയ്യണതിനെ കുശുമ്പ് പറയുകയും ചെയ്യാം. എന്തിനാ? അവനും പൈസ ഇറക്കണവനാണ്. ഏത് സാധനം ഞാൻ മാർക്കറ്റ് ചെയ്യണം, എന്റെ ലക്ഷ്യം എന്താണ്, എനിക്കൊരു സമൂഹത്തെ ഈ ഒരു ദിശയിലേക്ക് നയിക്കണം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഒരാൾ സ്ഥാപിക്കുന്നത്. അപ്പൊ അതിനെ കുറ്റപ്പെടുത്താതെ പൈസ മുതലിറക്കി ഇപ്പുറത്ത് വേറെ സ്ഥാപിക്കൂ.
നല്ല നിലവാരത്തിൽ സ്ഥാപിക്കും. വൃത്തിയിലും വെടിപ്പിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വിജയിക്കും, ഉറപ്പ്. യാതൊരു സംശയവും. ഈ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും നാട്ടിലെ ഭക്ഷണം നല്ലത് ചീത്താന്ന് വേർതിരിക്കരുത്. ഇപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ അനാരോഗ്യകരമായിരിക്കും, ഇവിടെ അനാരോഗ്യകരമായിരിക്കും. എന്നാൽ ഇവിടെ അല്പം തലമുറകൾ കഴിയുമ്പോഴത്തേക്കോ അത് ആരോഗ്യകരമാകും. നമ്മുടെ ദേഹം അതുമായിട്ട് തുലനപ്പെടും. ശാസ്ത്രത്തിനനുസരിച്ച് വിരുദ്ധാഹാരം ഒരു സമൂഹം ദീർഘകാലം കഴിച്ചാൽ അത് അയാളെ സംബന്ധിച്ച് വിരുദ്ധാഹാരം അല്ലാതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം, ആർക്കും വിരോധം തോന്നരുതേ. വിരോധം തോന്നിയ അവിടെ വെച്ചേക്കാം. പുട്ടും കടലയും വിരുദ്ധാഹാരമാണ്, കഴിക്കാൻ പാടില്ല. പുട്ടും കടലയും കഴിക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അല്ലെങ്കിൽ മത്സ്യവും മോരും വിരുദ്ധാഹാരമാണ്. മത്സ്യവും മോരും കഴിക്കാൻ പാടില്ല. മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് ചില ദിവസമായി പറഞ്ഞിട്ടില്ല, മോര് കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മത്സ്യവും മോരും കഴിക്കാൻ പാടില്ല. എന്നാൽ മലയാളിയെ സംബന്ധിച്ച് മത്സ്യവും മോരും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം മത്സ്യം കഴിക്കുന്ന ആൾക്കാര് തലമുറകളായി മത്സ്യവും മോരും ശീലിച്ചു. മലയാളിയെ സംബന്ധിച്ച് പുട്ടും കടലയും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു പുട്ടും കടല ഇല്ലെങ്കിലാ കുഴപ്പം. ഇവിടെ ഒരു ശൈലി തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. സ്വാമി പൈസയൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ട് പുട്ടും കടലയെ അടിച്ചു. അതെ, ഞാൻ പുട്ടും കടലയും കഴിക്കണേ ഇല്ല, എന്നാലും പറയാ എങ്ങനെയാണ്. ചിദാനന്ദപുരം സ്വാമി പൈസയൊക്കെ വാങ്ങിക്കൊണ്ടുപോയി പുട്ടും കടലയെ അടിച്ചു. അത്ര പോലും വ്യാപകമാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ ഒരു 7 തലമുറ പ്രത്യേകിച്ച് ഒരാഹാര രീതി ശീലിച്ചാൽ അത് അവിടുത്തെ സഹജമാണ്. അതുവരെ അത് അനാരോഗ്യകരമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ചിദാനന്ദപുരം സ്വാമി കുഴിമന്തിക്ക് എതിരാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. അത് അവിടെ നല്ലതാണ്, ഇവിടെ ഇപ്പൊ നല്ലതല്ല. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ നന്നാവും. കാരണം നമ്മുടെ ശരീരം അതുമായിട്ട് താതാത്മ്യപ്പെടും, തുലനപ്പെടും. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഈ ഇവിടെ പുട്ടും കടലയും കഴിച്ച് ശീലമുള്ള ആൾക്കാര് ഉത്തര ഭാരതത്തിൽ കൊണ്ടുപോയിട്ട് പുട്ടും കടലയും കച്ചവടം ചെയ്യാം. അധികം താമസിയാതെ ഭൂരിഭാഗം പേരും രോഗികളാവും. തണുപ്പുള്ള പ്രദേശത്ത് ഏറ്റവും നല്ലതാണ് കടുകെണ്ണ. ഹിമാലയത്തില് ഏറ്റവും നല്ലതാണ് കടുകെണ്ണ. ഇവിടെ കടുകെണ്ണ വെച്ച് പാചകം ചെയ്ത് കഴിച്ചു നോക്കും, ഉറപ്പ് ഛർദിയും വയറിളക്കവും വരും. എന്നാൽ കടുകെണ്ണ ശീലമാക്കിയിട്ടുള്ളവർക്കോ ഒരു കുഴപ്പം. അതുകൊണ്ട് ഓരോ ആഹാരത്തെയും നിന്ദിക്കാനൊന്നും പോകരുത്. അതൊക്കെ നമ്മുടെ ശീലത്തിനനുസരിച്ചിട്ടുള്ളതാണ്. ഇതാണ് പറയാനുള്ളത്.